ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്നും അത്യാവശ്യം AR റഹ്മാൻ തന്നെയാണ് സോഷ്യൽ മീഡിയയിലെ താരം. കാരണം ചെറിയ പുള്ളിയല്ലല്ലോ. ലോക പ്രശസ്ത സംഗീതജ്ഞൻ AR റഹ്മാനും അതുപോലെ ഭാര്യ സൈറ ബാനുവും വേർപിരിഞ്ഞു. ഈ വാർത്ത ഈ മാസം 19-ാം തീയതിയാണ് പുറത്തു വന്നത്. 23-ാം തീയതി ആയിട്ടും വാർത്തയ്ക്കൊരു ക്ഷാമവുമില്ല. പല കാര്യങ്ങളും കുത്തിയും തിരികെയും എടുത്ത് ഓരോരുത്തരും അവനവന്റെ അഭിപ്രായങ്ങൾ AR റഹ്മാന്റെയും സൈറ ബാനുവിന്റെയും ജീവിതത്തിലേക്ക് നുഴഞ്ഞു കയറ്റാൻ ശരിക്കും പരിശ്രമിക്കുന്നു. കാരണം ചിലരങ്ങനെയാണ്, ഞാൻ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കണം എല്ലാവരും എന്ന് ചിന്തിക്കുന്ന ആളുകൾ. അവർക്ക് രണ്ടുപേർക്കും ഒരു പ്രോബ്ലവുമില്ല, അവരുടെ മക്കൾക്കും ഒരു പ്രോബ്ലവുമില്ല. ഇനിയും 2000 കോടിയുടെ സമ്പത്ത് AR റഹ്മാനുണ്ട്, അതിൽ നിന്നൊരു നാണയം പോലും തനിക്ക് കിട്ടില്ല എന്ന് സൈറ ബാനു ഒരാളോടും പരാതിയും പറഞ്ഞ് അത് നിങ്ങളൊന്ന് ഹൈലൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിട്ടുമില്ല. എന്നിരുന്നാലും സോഷ്യൽ മീഡിയയിലെ നിലവിളി അവസാനിക്കുന്നതേയില്ല. 29 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനൊടുവിലാണ് ദമ്പതികൾ വേർപിരിയുന്നത്. 29 ദിവസമായാലും 29 വർഷമായാലും ശരി, അവർക്കിടയിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ സെപ്പറേറ്റഡ് ആകാൻ തീരുമാനിച്ചതും മക്കൾ അതിനെ അനുകൂലിച്ചതും. അവർക്കിടയിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് നമ്മൾ ഡിജിറ്റൽ ക്യാമറയുമായിട്ട് അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടക്കേണ്ട വല്ല കാര്യവുമുണ്ടോ? ചില സോഷ്യൽ മീഡിയയിലെ താരങ്ങൾക്ക് മറ്റുള്ളവരുടെ സ്വകാര്യതകളിലേക്ക് ഊളിയിട്ട് ഇറങ്ങണം. 29 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനൊടുവിലാണ് ദമ്പതികൾ വേർപിരിഞ്ഞത്. ഇവരുടെ പെട്ടെന്നുള്ള വേർപിരിയൽ ആരാധകരെ ഞെട്ടിക്കുന്നതായിരുന്നു. സ്വാഭാവികമാണ്. കാരണം ഭാര്യയെ ഇത്രയധികം സ്നേഹിക്കുന്ന, ഭർത്താവിനെ ഇത്രയധികം സ്നേഹിക്കുന്ന നല്ല കപ്പിൾസ് ആയിരുന്നു. അങ്ങനെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ അവരെ എല്ലാവരും കണ്ടിട്ടുള്ളത്. അപ്പൊ അതിനിടയിൽ എന്താണ് സംഭവിച്ചത് എന്ന് സ്വാഭാവികമായിട്ടും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് എന്തിനാണ് നമ്മൾ നമ്മുടേതായിട്ടുള്ള ചില ഭാവനകൾ അവരുടെ ജീവിതത്തിലേക്ക് എന്തിനാണ് കുത്തിവെക്കുന്നത്? ജീവിതം പ്രവചനാതീതമാണ്. നമ്മൾ ചക്കയോ മാങ്ങിയൊന്നും അല്ലല്ലോ തുന്നിച്ചു നോക്കാൻ എന്താണ് സംഭവിക്കുന്നത് എന്ന്. ചിലർ സമൂഹ മാധ്യമങ്ങളിലൂടെ പറയുന്നത് കേട്ടാൽ ഇവരോട് നേരത്തെ ചോദിച്ചിട്ട് വേണം സൈറ ബാനുവും AR റഹ്മാനും തമ്മിൽ വേർപിരിയേണ്ടത് എന്ന് തോന്നിപ്പോകും. ഇവരുടെ ജീവിതത്തിന്റെ അഡ്വൈസേഴ്സ് ആണ് അവരെന്ന് തോന്നിപ്പോകും. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ ദമ്പതികൾക്ക് വേണ്ടി സംയുക്ത പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ് സൈറ ബാനുവിന്റെ അഭിഭാഷകയായ വന്ദനാശ. ജീവനാംശം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പ്രസ്താവനയിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ ഭാഷകളിൽ സംഗീത സംവിധാനം ചെയ്തിട്ടുള്ള AR റഹ്മാൻ സിനിമാ രംഗത്തെ തന്നെ ഏറ്റവും ധനികരിൽ ഒരാളാണ്. ഓസ്കാർ ജേതാവ് കൂടിയായ അദ്ദേഹത്തിന് ഏകദേശം 1728 മുതൽ 2000 കോടി രൂപ വരെയുള്ള സ്വത്തുക്കളുണ്ട് എന്നാണ് വിവരം. ഭാര്യ ജീവനാംശം ആവശ്യപ്പെട്ടാൽ അതിന്റെ പകുതി അവർക്ക് നൽകേണ്ടി വരും. ആ ഘട്ടത്തിൽ അവർ എത്തിയിട്ടില്ല. രണ്ടുപേരും സൗഹാർദ്ദത്തോടു കൂടി പിരിയാനാണ് ആഗ്രഹിച്ചതെന്നും അഭിഭാഷക പറഞ്ഞു. അതുകൊണ്ട് തന്റെ കക്ഷി ജീവനാംശം ആവശ്യപ്പെട്ടിട്ടില്ലെന്നും അവർ വെളിപ്പെടുത്തി. വൈകാരികമായ അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണമാണ് ഇരുവരും വേർപിരിയാൻ തീരുമാനിച്ചത്. അതിനാൽ വിവാഹമോചനം ഒരു രമ്യമായ ഒത്തുതീർപ്പായിരുന്നു എന്നുമാണ് അവരുടെ അഭിഭാഷക പറഞ്ഞത്. എന്നാൽ AR റഹ്മാന്റെ വേർപിരിയൽ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ ബാസിസ്റ്റായ മോഹിനിയുടെയും താൻ വിവാഹമോചിതയാണ് എന്ന വിവരം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചതും ഇത് രണ്ടും കൂടി ഒന്ന് കൂട്ടിക്കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ പരിശ്രമിച്ചിട്ടുണ്ട്. ഇതും വലിയ ചർച്ചകൾക്കും സംശയങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട്. അതിനും അഭിഭാഷക മറുപടി നൽകിയിട്ടുണ്ട്. രണ്ടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നവർ തുറന്നു പറഞ്ഞു. പൊരുത്തക്കേടുകൾ സ്വാഭാവികമാണ്. മനുഷ്യർക്കിടയിൽ, ദമ്പതികൾക്കിടയിൽ ഉണ്ടാകും. അവർ മാന്യമായി വേർപിരിയാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു തേർഡ് പേഴ്സണ് അതിനകത്ത് ഒരു ചോയ്സും ഇല്ല. ഊഹാപോഹങ്ങൾ കുത്തിനിറച്ച് അവരെ ബുദ്ധിമുട്ടിപ്പിക്കരുത് എന്ന് മക്കളും പറഞ്ഞു, അഡ്വക്കേറ്റും പറഞ്ഞു. അവരും ആവശ്യപ്പെടുന്നത് തന്നെയാണ്. ഒരുപാട് ആലോചിച്ചാണ് ദമ്പതികൾ വിവാഹമോചനം എന്ന തീരുമാനമെടുത്തതെന്നും അഭിഭാഷക വ്യക്തമാക്കി. ആലോചിച്ചിട്ടാണെങ്കിലും ആലോചിക്കാതെയാണെങ്കിലും വൈകാരികമായിട്ടാണെങ്കിലും തെറ്റിദ്ധാരണയാണെങ്കിലും അവരുടെ മാത്രം പേഴ്സണൽ ചോയ്സ് ആണത്. പാട്ടിൽ നിന്നും അതുപോലെ സ്റ്റേജ് ഷോകളിൽ നിന്നുമൊക്കെ വൻ തുക ഈടാക്കുന്ന AR റഹ്മാൻ പരസ്യത്തിൽ നിന്ന് അതിനേക്കാൾ വലിയ ഒരു തുക സമ്പാദിക്കുന്നുണ്ട് എന്നാണ് മീഡിയ പറയുന്നത്. ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം, ഇംഗ്ലീഷ് എന്നിവയുൾപ്പെടെ 145-ലധികം സിനിമകൾക്കായി ഗാനങ്ങളും ഒറിജിനൽ സ്കോറുകളും ഒരുക്കിയിട്ടുള്ള അദ്ദേഹം കേവലം ഒരു പാട്ടിന് ഏകദേശം 3 കോടി രൂപയാണ് ഈടാക്കുന്നത് അത്രേ. സ്റ്റേജ് ഷോകൾക്ക് ഫീസ് 1 കോടി മുതൽ 2 കോടി രൂപ വരെയാണ് വാങ്ങുന്നതെന്ന്. ചെന്നൈയിൽ അതിമനോഹരമായ ഒരു ബംഗ്ലാവ് സ്വന്തമായിട്ടുണ്ട്. അനേകം കിടപ്പുമുറികൾ, മനോഹരമായ ഇന്റീരിയറുകളുള്ള വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ, ഇതൊക്കെ അവരുടെ എത്ര ഇന്റീരിയറുകൾ ഉണ്ടെങ്കിലും ശരി, അതല്ല അമ്പരചുംബികളായ കൊട്ടാര സൗധങ്ങൾ ഉണ്ടെങ്കിലും ശരി, കോടാനുകോടി സമ്പത്തുണ്ടെങ്കിലും ശരി,
അതിനകത്ത് ഭാര്യയ്ക്ക് കിട്ടുമോ കിട്ടില്ലേ, മക്കൾക്ക് കിട്ടുമോ കിട്ടില്ലേ, അദ്ദേഹത്തിന്റെ സമ്പത്ത് ഇസ്ലാം മത വിധിപ്രകാരം എങ്ങനെയാണ് പോകേണ്ടത്, ഒക്കെ അവരെ ബാധിക്കുന്ന വിഷയമാണ്. പക്ഷെ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ളത് 29 ദിവസമാകട്ടെ 29 വർഷമാകട്ടെ പരസ്പരം യോജിച്ചു പോകാൻ പറ്റാത്ത ഒരുപാട് വസ്തുതകളുണ്ടെങ്കിൽ, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റഡ് ആകുക. അതിനകത്ത് സമ്പത്ത് ഒരു ഫാക്ടർ ആകരുത്. മറ്റുള്ളവർ എന്ത് പറയും, കുടുംബം, മക്കൾ, അങ്ങനെ പല കാര്യങ്ങളും ആലോചിച്ച് നമ്മൾ ത്യാഗം സഹിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് നമ്മുടെ ജീവിതം നഷ്ടമായി മാറും. പിന്നീട് നാളെ നമ്മുടെ മക്കൾ ചോദിക്കും, നിങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ത്യാഗം സഹിക്കാൻ നിങ്ങളോട് ആര് പറഞ്ഞു, നിങ്ങളുടെ ജീവിതമല്ലേ, എന്തേ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പാടില്ലായിരുന്നു എന്നൊരു ചോദ്യം തിരിച്ചു വരും. മക്കളും പറന്നു പോകും. അപ്പോൾ അത്യാധുനിക മ്യൂസിക് സ്റ്റുഡിയോ ഒക്കെ അദ്ദേഹത്തിന്റെ വീട്ടിനകത്തുണ്ട് എന്നാണ് പറയുന്നത്. ലോസ് ഏഞ്ചൽസിലും ആഡംബര സ്വത്തുക്കൾ അദ്ദേഹത്തിനുണ്ട്. ഇവിടെ വസതിയോട് ചേർന്നുള്ള വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ സുഖമായി ജോലി ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും ഒരു ആധുനിക സംഗീത സ്റ്റുഡിയോ ഉണ്ട് ഇദ്ദേഹത്തിന്. മുംബൈ, ലണ്ടൻ, ലോസ് ഏഞ്ചൽസ് എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന AM മ്യൂസിക് സ്റ്റുഡിയോയുടെ ഉടമ കൂടിയാണ് ഇദ്ദേഹം. 93.87 ലക്ഷം രൂപ വിലമതിക്കുന്ന വോൾവോ SUV, അതുപോലെ 1.08 കോടി രൂപ വിലയുള്ള ജാഗ്വാർ, 2.86 കോടി രൂപ വിലമതിക്കുന്ന മെർസിഡസ് എന്നിവ ആഡംബര കാറുകളുടെ ഒരു നിര തന്നെ അദ്ദേഹത്തിനുണ്ടത്രേ. 11-ാം വയസ്സിൽ മാസ്റ്റർ ധനരാജിന്റെ നിർദ്ദേശപ്രകാരം സംഗീതയാത്ര ആരംഭിച്ച AR റഹ്മാൻ പിന്നീട് മലയാളം സംഗീത സംവിധായകൻ MK അർജുന്റെ ഓർക്കസ്ട്രയിൽ ചേർന്നു. ഇളയരാജ, രമേശ് നായിഡു തുടങ്ങിയ പ്രശസ്ത സംഗീത സംവിധായകരുമൊക്കെയായിട്ട് അദ്ദേഹം സഹകരിച്ചു. 1992 മണിരത്നത്തിന്റെ തമിഴ് ചിത്രമായ റോജയിലൂടെയാണ് റഹ്മാന്റെ മുന്നേറ്റം. ഇന്ത്യയിലെ ഏറ്റവും വൈവിധ്യമാർന്ന കഴിവുള്ള സമ്പന്നമായ സംഗീത സംവിധായകരിൽ ഒരാളാണ് ഇദ്ദേഹം. അങ്ങനെ ഒരാളായിട്ട് അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിച്ച് അങ്ങനെ ഒരു സ്ഥാനം നേടിയെടുക്കുകയാണ് ചെയ്തത്. റെക്കോർഡ് പ്ലെയർ ഓപ്പറേറ്ററായി താൻ നേടിയ 50 രൂപയായിരുന്നു തന്റെ ആദ്യ ശമ്പളം എന്നാണ് ഒരു അഭിമുഖത്തിൽ AR റഹ്മാൻ വെളിപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ സ്വകാര്യതയെ മാനിക്കണമെന്നാണ് റഹ്മാനും അദ്ദേഹത്തിന്റെ മക്കളും ആരാധകരോട് തൊട്ടു പിന്നാലെ ആവശ്യപ്പെട്ടത്. എന്നാൽ വിവാഹമോചനത്തിന്റെ ആഘാതം മറക്കാൻ കാതലിക്ക നേരമില്ലയിൽ അടിപൊളി ഗാനവുമായി എത്തിയിരിക്കുകയാണ് AR റഹ്മാൻ വീണ്ടും. സിനിമയിലെ ആദ്യ സിംഗിൾ ട്രാക്ക് അനാച്ഛാദനം ചെയ്ത് കാതലിക്ക നേരമില്ലേ എന്ന സിനിമയുടെ നിർമ്മാതാക്കൾ ചിത്രത്തിന്റെ പ്രൊമോഷൻ ആരംഭിച്ചിട്ടുണ്ട്. AR റഹ്മാനും ഡിയും ചേർന്ന് ആലപിച്ചിരിക്കുന്ന പെപ്പി റൊമാൻറ്റിക് നമ്പർ, ആ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് വിവേകാണ്. AR റഹ്മാന്റെ സംഗീതം ചിത്രത്തിന്റെ പ്രതീക്ഷയെ കൂടുതൽ ഉയർത്തുന്നുണ്ട്. എന്ത് തന്നെ ആയിരുന്നാലും ശരി, ഇപ്പൊ കണ്ടോ, പറയേണ്ടവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഛർദ്ദിക്കേണ്ടവർ അവർ ഛർദ്ദിച്ചുകൊണ്ടേയിരിക്കും. ആ ഛർദ്ദിൽ പിന്നെയും വാരത്തിന്ന് അടുത്തവന്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അവർക്കതിന് നേരമില്ല. എന്നെക്കുറിച്ച് ആരെന്ത് പറയുന്നു, എന്താണ് പറയുന്നത്, പിന്നീട് എന്താണ് പറയുന്നത്, അതിന്റെ കമന്റ്സ് എന്താണ്, അവരെന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്നൊന്നും ഓർത്തിരിക്കാൻ അവർക്കൊന്നും നേരമില്ല. അവർക്കൊക്കെ ജീവിതം വളരെ കുറച്ച് സമയമേ ഉള്ളൂ. ആ സമയത്തിനുള്ളിലാണെങ്കിലും ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ഡിവോഴ്സ്, ശരി, അവർ സെപ്പറേറ്റഡായി അവർ അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് പോകുകയും ചെയ്തു. ഇപ്പോഴും നമ്മളെപ്പോലെയുള്ള കുറേ ആളുകൾ, അയ്യോ എന്താ അങ്ങനെ ചെയ്യാമായിരുന്നു, ഇങ്ങനെ ചെയ്യാമായിരുന്നു, 29 വർഷം ജീവിച്ചിട്ട് എന്തായിരിക്കും അയാൾക്ക് പറ്റിയത്, ഒരുപാട് പെണ്ണ് കെട്ടുന്നതിന് വേണ്ടിയാണ് അയാൾ പെണ്ണ് കെട്ടാൻ അയാൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അയാൾ കെട്ടും. അയാൾ പ്രവാചകനൊന്നും അല്ലല്ലോ, അയാൾ മോഡൽ പേഴ്സണും അല്ലല്ലോ, അയാളെ പിൻപറ്റണമെന്ന അലിഖിതമായിട്ടുള്ള ഒരു പ്രഖ്യാപനങ്ങളും ഇല്ലല്ലോ, അത്തരം ഒരു നിയമങ്ങളും ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഇങ്ങനെ ഊളിയിട്ടിറങ്ങുന്നത്? റഹ്മാൻ ഒരു കുഴിയാണെന്നും അങ്ങനെയാണെന്നും ഇങ്ങനെയാണെന്നും പണത്തിന്റെ കൊഴുപ്പാണെന്നും ഒക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ വീഡിയോ ചെയ്യും. വല്ല കാര്യവുമുണ്ടോ ആരാന്റെ സ്വകാര്യതകളിലേക്ക് ഡിജിറ്റൽ ക്യാമറയുമായിട്ട് എത്താൻ? നന്ദി.